إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയ പവിത്രമായി നമ്മളോട് കരുതാൻ പറഞ്ഞ ഏറെ പുണ്യമുള്ള ഒരു മാസത്തിലും ദിവസത്തിലുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ജുമുഅ ദിവസം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി കഅബാലയത്തിൻ്റെ പരിസരങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ നാടുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഏറെ നാൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം കിട്ടാനായി വലിയ കൊതിയോടുകൂടി കാത്തിരുന്ന് അള്ളാഹുവിൻ്റെ അതിഥികളാകാൻ ഭാഗ്യം കിട്ടിയവർ, അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്തിനും ബർക്കത്തിനും വേണ്ടി കാത്തിരുന്നവർ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ മഹനീയമായ സാന്നിധ്യവും പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുന്ന അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തവാഫ് ചെയ്യാനും അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനും വേണ്ടി ഭാഗ്യം ലഭിച്ചവർ ഇന്ന് മുതൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇരുൾ മൂടിയ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും മുഖിലും മൂലയിലുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വെളിച്ചം നിറച്ചു വെച്ച് ഒരു മനസ്സിൻ്റെ നിർവൃതിയോടുകൂടി തിരിച്ചു വരാനാണ് യഥാർത്ഥത്തിൽ അവർ ഈ കർമ്മത്തിന് വേണ്ടി യാത്രയായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും
ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാനുമൊക്കെയുള്ള സൗഭാഗ്യം അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിശാസ്ത്രപരമായി നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും മധ്യഭാഗത്താണ് കഅബ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭൂമിയുടെ മധ്യഭാഗത്താണ് കഅബ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായി ലോകത്ത് ആദ്യമായി നിർമ്മിച്ച ആരാധനാലയമാണ് ബൈത്തുല്ലാ, അള്ളാഹുവിൻ്റെ കഅബാലയം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളോടത് വിവരിച്ചു തരുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം, ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഭവനം എന്ന് പറയുന്നത് അത് ബക്കയിലുള്ളതാണ്. ബക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയെക്കുറിച്ചാണ്. മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക എന്ന് പറയുന്നത്. അതെന്താണ്? മുബാറക്കൻ ബഹുദൽ ലിൽ ആലമീൻ, ലോക ജനതക്ക് അത് മാർഗദർശനവും അതുപോലെ തന്നെ അനുഗ്രഹവുമാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഒരിടം എന്ന നിലക്കും അതുപോലെ തന്നെ കഅബയും പരിസരവും അതിന്റെ പശ്ചാത്തലവും അത് മുന്നോട്ട് വെക്കുന്ന ദർശനവും അത് ഉയർത്തിവരുന്ന ആദർശവും ഒക്കെ പഠിച്ചാൽ അത് ലോകത്ത് എല്ലാവർക്കും മാർഗദർശനം നൽകാൻ പാകത്തിലുള്ളതാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു മസ്ജിദിൻ വുളിഅ ഫിൽ അർളി അവ്വൽ, ആദ്യമായി ലോകത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ്, ആരാധനാലയം ഏതാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം എന്നാണ്. കഅബാലയവും ആ പരിസരവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഹറം പരിസരത്തുള്ള പള്ളിയാണ് എന്ന് പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പൊ കഅബ എന്ന പേര് തന്നെ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതൊക്കെയായി നമുക്ക് കാണാൻ കഴിയും. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തുൽ ഹറാം ഖിയാമൻ ലിന്നാസ്, പവിത്രമായ ആ ഭവനം കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കഅബ എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതിനെ പവിത്രത കുറച്ച് കാണേണ്ട കാര്യമല്ല. വളരെ പവിത്രമായി കാണാനും ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലവുമൊക്കെയാണ് യഥാർത്ഥത്തിൽ കഅബാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല കഅബയെ പ്രത്യേകം എടുത്തു പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കഅബക്കുള്ള ഒരു പവിത്രത എന്തുകൊണ്ടാണ്, അവിടെ ചെന്നാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, വഇദ് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന. മറ്റൊരിടത്ത് കാണാം, വമൻ ദഖലഹു ആമിന. ആരെങ്കിലും കഅബയിൽ പ്രവേശിച്ചാൽ അവർക്ക് മനസ്സിന് സ്വസ്ഥത അല്ലാഹു പ്രദാനം ചെയ്യുന്ന, നിർഭയത്വം നൽകുന്ന, വേറെ ഒന്നിനെ കുറിച്ച് അവർ ഭയപ്പെടേണ്ടതില്ല, അവർ നിർഭയനായിരിക്കും അവിടെ ചെന്നാൽ എന്നാണ്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് ഒരു അക്രമവും ചെയ്യാൻ പാടില്ല, ഒരു അനീതിയും കാണിക്കാൻ പാടില്ല, അവിടെയുള്ള തണൽ മരങ്ങൾ മുറിക്കാൻ പാടില്ല, ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല, ഒരാളോടും ദ്രോഹം ചെയ്യാൻ പാടില്ല. അവിടെ കയറി ചെന്നാൽ ആർക്കും അഭയം നൽകപ്പെടുന്ന ഒരു കേന്ദ്രമാണത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കൊരു സങ്കേതമാണ്, മസാബത്തൽ ലിന്നാസ് വ അംന, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർഭയത്വം നൽകുന്ന സ്ഥലവുമാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അൽ ബൈത്തുൽ അഖീഖ്, വളരെ പുരാതനമായ ഒരു ഭവനം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ ഈ കഅബാലയത്തെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആരാണ് കഅബ പടുത്തുയർത്തിയത്? കഅബ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അത് പടുത്തുയർത്തിയത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം അതിന്റെ അടിസ്ഥാനം അവിടെ ഉണ്ടായിരുന്നോ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മലക്കുകളാൽ അത് ആദ്യം നിർമ്മിക്കപ്പെട്ടു എന്നും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനാൽ അത് ആദ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രമുഖരായ പണ്ഡിതന്മാരും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകളുടെയൊക്കെ പരമ്പരകൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹദീസുകളൊക്കെ അത്ര ഫലമുള്ള പരമ്പര അല്ലാത്തത് കൊണ്ട് പലരും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നാശം സംഭവിച്ചതിന് ശേഷം പിന്നീട് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെയാണ് അത് പടുത്തുയർത്തപ്പെട്ടത് എന്ന നിലക്കാണ്
പ്രബലമായ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആൻ അതെടുത്തു പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബ പടുത്തുയർത്തിയ ആ സന്ദർഭത്തെ നിങ്ങൾ അനുസ്മരിക്കുക, നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞ് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ ആ പ്രവർത്തനം നിർവഹിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയും കൊടുത്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഈ കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്ന് ആ കർമ്മം നിർവഹിച്ചതിന് ശേഷം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുമെന്നതാണ്. ഇപ്പൊ രണ്ടായാലും നേരത്തെ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനമുണ്ടായി അത് പിന്നീട് നശിച്ചുപോയി, പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പടവുകൾ പടുത്തുയർത്തി ഇന്ന് കാണുന്ന രൂപത്തിൽ അതിനെ രൂപപ്പെടുത്തിയെടുത്തു. എന്നായാലും അല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അത് നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യകരമായ ഒരിടമായി കാണേണ്ട സ്ഥലമാണ് കഅബാലയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഖാമു ഇബ്രാഹിം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പ്രത്യേകമായ സ്ഥലമാണ്. കഅബ നിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു. ആ കല്ലിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ മഖാമു ഇബ്രാഹിം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കല്ലുകൾ എടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുക്കും. ഉയരങ്ങനെ കൂടി വരുമ്പോ കയറി നിന്ന് ഇതിന്റെ പടവുകൾ പൂർത്തിയാക്കാൻ വേണ്ടി കയറി നിന്ന ആ കല്ല്, അതാണ് മഖാമു ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കല്ല് നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കഅബയുടെ വാതിലിനോട് ചേർന്നായിരുന്നു ആ കല്ല് ഉണ്ടായിരുന്നത്, ആ കല്ല് സ്ഥാപിച്ചിരുന്നത്. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് അത് ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് നീക്കിയത്. തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസം നേരിട്ട ഒരു സന്ദർഭത്തിലാണ് അത് കുറച്ചുകൂടി പുറകിലേക്കായിട്ട് നീക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഫൈസൽ രാജാവിന്റെ കാലഘട്ടത്തിലാണ് അതിനെ ഒരു പളുങ്ക് കൂടാരത്തിന്റെ ഉള്ളിലാക്കി അങ്ങനെ ഒരു സംരക്ഷിത കവചം കൊടുത്തൊക്കെ മാറ്റിയത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത്? അതിനെ പവിത്രമായി കാണണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഖുർആൻ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് പ്രാർത്ഥിച്ച ആ സ്ഥാനത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നമസ്കാരത്തിന്റെ പ്രാർത്ഥനയുടെ സ്ഥലമായി സ്വീകരിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും ഒക്കെ 2 റക്അത്ത് കഅബക്ക് അഭിമുഖമായി നിന്ന് ഈ മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക എന്നത് ഏറെ പുണ്യമാക്കപ്പെട്ട കാര്യമാണ്, സുന്നത്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അല്ലാഹു തആല കൽപ്പിച്ചത് പിന്നെ എന്താണ്? വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മായിൽ അൻ തുഹിറാ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീൻ വറുക്കഇ സുജൂദ്. അവരോട് പറഞ്ഞു, ആ കഅബാലയത്തിന്റെ പരിസരങ്ങളൊക്കെ എപ്പോഴും എന്താവണം? തഹിറ, അത് പരമാവധി ശുദ്ധീകരിച്ചായിരിക്കണം. അവിടെ വിശ്വാസപരമായോ അതല്ലാത്ത തലത്തിലോ ഉള്ള ഒരു മാലിന്യവും ഉണ്ടാകാൻ പാടില്ല. അവിടെ എല്ലാ നിലക്കും പരിശുദ്ധമാക്കപ്പെടേണ്ട സ്ഥലമാണ് എന്ന്, പരിശുദ്ധമായി കൊണ്ടുനടക്കേണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് ത്വാഫിന് വരുന്നവർക്ക് വേണ്ടി, അതുപോലെ തന്നെ അവിടെ ഇത്തിക്കാഫിരിക്കുന്നവർക്ക് വേണ്ടി, അവിടെ റുക്കൂഉം സുജൂദും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ആ പരിസരത്തെ നിങ്ങൾ പരിശുദ്ധമായി കൊണ്ടുനടക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ത്വാഫ് നമുക്കറിയാം, കഅബയുടെ വാതിലിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇടതുമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദ് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് കഅബ നമ്മൾ നിൽക്കുമ്പോൾ ഇടത് ഭാഗത്താക്കിയിട്ട് 7 വട്ടം നമ്മൾ അതിനെ പ്രദക്ഷിണം ചെയ്യുന്നതിനാണ് തവാഫ് എന്ന് പറയാം. ആ തവാഫ് അത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും നമസ്കരിക്കാൻ വരുന്നവർക്കും ഇത്തിക്കാഫിരിക്കാൻ വരുന്നവർക്കും അതുപോലെയുള്ളവർക്കൊക്കെ അവിടെ ഇബാദത്ത് എടുക്കാൻ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലമാക്കി അതിനെ പരിചരിക്കണം എന്ന് പ്രത്യേകിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെ ഇന്ന് അവിടെ അത് അങ്ങനെ തന്നെ പരിപാലിക്കപ്പെട്ടു വരുന്ന സാഹചര്യം നമുക്കറിയാം. മറ്റൊന്ന്, കഅബയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മിക്കേണ്ട ഒരു ചരിത്രം, പരിശുദ്ധ ഖുർആൻ നമ്മളെ ആനക്കലഹവുമായി ബന്ധപ്പെട്ട് ആനക്കാരെ കൊണ്ട് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ്. അബ്രഹത്തിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, എത്യോപ്യയിലെ രാജാവായിരുന്ന നജാഷി എന്ന രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന യമൻ പ്രദേശത്തെ ഒരു ഗവർണർ അല്ലെങ്കിൽ അവിടുത്തെ ഭരണം കൈയാളിയിരുന്ന ആളായിരുന്നു അബ്രഹത്ത്.
അദ്ദേഹം നജാഷി രാജാവൊക്കെ തുടക്കത്തിൽ ക്രിസ്തീയമായ ആരാധനകളിൽ ഏർപ്പെട്ട ആളുകളായിരുന്നു. നജാഷി പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റപ്പെട്ട മറഞ്ഞ മയ്യത്തിനൊക്കെ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച ഏക നമസ്കാരം എന്ന് പറയുന്നത് നജാഷി രാജാവിന് വേണ്ടിയുള്ള നമസ്കാരമാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന രാജാവായിരുന്ന യഥാർത്ഥത്തിൽ യമൻ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു അബ്രഹത്ത്. അദ്ദേഹം യമനിൽ ഒരു ക്രിസ്തീയ ദേവാലയം പണിയാനും അവിടേക്ക് ആളുകൾ ആകർഷിപ്പിക്കുന്ന തരത്തിലേക്ക് മറ്റുള്ള എല്ലാ ആരാധനാലയങ്ങളും തകർക്കാനും എല്ലാവരുടെയും സ്ഥിരാകേന്ദ്രം ഈ ക്രിസ്തീയ ദേവാലയമാകണം എന്ന നിലക്കൊക്കെയാണ് അദ്ദേഹം ഈ കഅബാലയം തകർക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അയാൾ അന്വേഷിച്ചപ്പോ കഅബയിലേക്ക് ആളുകൾ ഇങ്ങനെ വർഷം ഇങ്ങനെ ഹജ്ജിനും കർമ്മങ്ങൾക്കൊക്കെ പോവാണ്. വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയ കഅബയെ കുറിച്ചാണ് അയാൾ കേൾക്കുന്നത്. അയാൾ കഅബ പൊളിക്കുക, എന്നിട്ട് യമനിലെ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് ആളുകളെ ശ്രദ്ധ കൊണ്ടുവരിക എന്ന നിലക്കാണ് അദ്ദേഹം അത് നിർവഹിക്കാൻ ശ്രമിച്ചത്. പക്ഷേ നമുക്കറിയാം, ആനപ്പടയുമായി അദ്ദേഹം കടന്നു വരികയും കഅബയുടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് കഅബയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന സമയത്ത്, മുന്നോട്ട് പോകുന്ന സമയത്ത് ആനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ആന മുട്ടുകുത്തി അവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിനായിരുന്നു അന്ന് കഅബയുടെയും ഈ പരിസരത്തിന്റെയൊക്കെ മേൽനോട്ടം. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാനിതിനെ പൊളിക്കാൻ പോവാണ്. അവസാനം അന്ന് ഇത്ര സൈനിക സംവിധാനങ്ങൾ, ഇത്ര സായുധ സംവിധാനങ്ങളൊന്നുമില്ല. റബ്ബുൽ കഅബ, അത് റബ്ബ് നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പശ്ചാത്തലങ്ങൾ അതിലുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. കഅബയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരുടെ സംഘത്തെ കൊണ്ട് നിന്റെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ അതിന്റെ മുമ്പേ കഅബക്ക് സംഭവിച്ച ഈ ചരിത്രത്തെ പറ്റി അവർക്കിടയിൽ പരാമർശങ്ങളുണ്ട്. പലരും പല സംസാരത്തിൽ അത് പറയാറുണ്ട്. നമ്മളിപ്പോഴും ചെന്നാലും ആ സ്ഥലം പ്രത്യേകം അവിടെ അടയാളപ്പെടുത്തിയ സ്ഥലമായൊക്കെ നമുക്ക് കാണാൻ കഴിയും. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു തആല പിഴവിലാക്കിയില്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അബാബീൽ എന്ന് പറയപ്പെടുന്ന ഒരുതരം പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു തആല അവരിലേക്ക് അയച്ച സന്ദർഭങ്ങൾ. എന്നിട്ടോ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിച്ച ഒരു തരത്തിലുള്ള കളിമൺ കട്ടകൾ അവർക്ക് മേൽ വർഷിപ്പിച്ചു അല്ലാഹു തആല. അതോടുകൂടി അവരെന്തായി? ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ, തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ കൂന പോലെ, വൈക്കോൽ തുരുമ്പ് പോലെ അവരായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ആകെ ഛിന്ന ഭിന്നമായി പോയി അവരുടെ സംഘം മൊത്തത്തിൽ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലിയൊരു ദൃഷ്ടാന്തമായി അല്ലാഹു തആല ഇതിനെ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കഅബയെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. കഅബ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവഗണിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല, ഒരു കേന്ദ്രമല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ 5 വർഷം മുമ്പ് കഅബ പുതുക്കി പണിയുന്നുണ്ട്. അവിടെ ഒരു പ്രളയം വന്നു, അങ്ങനെ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഖുറൈശികളൊക്കെ കൂടിയിരുന്ന് കഅബ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഏറ്റവും ഹലാലായ തയ്യിബായ, നമുക്കറിയാം അറബികൾ അന്ന് പല ഏർപ്പാടുകൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. കള്ളു കച്ചവടം ഉണ്ടായിരുന്നു, വ്യഭിചാരശാലകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കൃത്രിമങ്ങൾ കാണിച്ചിരുന്നു. അങ്ങനെ കച്ചവടത്തിലൊക്കെ പല രൂപത്തിലുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഒരു അവിഹിതമായ സമ്പാദ്യവും കഅബയുടെ നിർമ്മാണത്തിൽ എടുക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുകയും അത്ര പരിശുദ്ധമാക്കപ്പെട്ട പണം മാത്രം സ്വരൂപിച്ചാണ് അവർ ആ കഅബയെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചു വെച്ച അത്രയും ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാതെ പോയി, നല്ല പണം കിട്ടാത്തത് കൊണ്ട്. ഇന്നത്തെ പെട്രോളും സംഗതിയൊന്നും അന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്തു? കിട്ടിയ പണത്തിനനുസരിച്ചാണ് ആ കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അവിടെ പിന്നീട് കെട്ടിയുണ്ടാക്കിയ ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗം യഥാർത്ഥത്തിൽ കഅബയുടെ ഉള്ളിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് തവാഫ് അതിനെ പുറത്തു കൂടാക്കിയത്. കഅബയുടെ ഉള്ളിലൂടെയുള്ള തവാഫാവുകയില്ല, അതുകൊണ്ട് കഅബക്ക് പുറത്താകണം. ആ ഭാഗവും യഥാർത്ഥത്തിൽ കഅബയുടെ ഭാഗമാണ്. പക്ഷേ പണമില്ലാത്തത് കാരണം അങ്ങനെ നിൽക്കാനുണ്ടായത്. പിന്നീട് ഹിജ്റ 64 അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, യസീദ് ഇബ്നു മുആവിയയുടെ ഒരു കാലത്ത് അവിടെ മക്കയുടെ പരിസരത്തിന്റെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് പിന്നീട് അത് പുതുക്കി പണിയുന്നത്. അപ്പൊ അത് അദ്ദേഹം കുറെ കൂടി വിശാലമായിട്ടൊക്കെ സൗകര്യപ്പെടുത്തിയായിരുന്നു പണിതിരുന്നത്.
പക്ഷേ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലം വന്നപ്പോൾ അദ്ദേഹം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതുപോലെ തന്നെ, ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ അതിന്റെ അതിർത്തിയൊക്കെ നിശ്ചയിച്ച് വീണ്ടും അതങ്ങനെ തന്നെ ആ പഴയ രൂപത്തിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ എന്നാണ്. അല്ലാഹു തആല ആ കഅബയെ ലക്ഷ്യമാക്കി സാധിക്കുന്നവരോടൊക്കെ യാത്ര പുറപ്പെടാൻ പറഞ്ഞു. നമുക്ക് സാമ്പത്തികാവസ്ഥ, ആരോഗ്യാവസ്ഥ, അതുപോലെ തന്നെ യാത്രക്കുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറായാൽ ഹജ്ജ് നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്, ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. സാധിക്കുന്നവരൊക്കെ അത് നിർവഹിക്കണം എന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. വമൻ കഫറ, ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു അതുകൊണ്ട് ഒരു നഷ്ടം വരാനില്ല. അല്ലാഹു ധന്യനാണ്, അല്ലാഹു പരാശ്രയനാണ് എന്ന് പിന്നെ ആരെയും ആശ്രയിക്കാത്ത ഒരവസ്ഥയാണ് അല്ലാഹുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയല്ലല്ലോ. അല്ലാഹു ഗനിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. സമീപകാലത്തൊക്കെ നമുക്കറിയാം കഅബയെ കുറിച്ചൊക്കെ വളരെ മോശമായ തരത്തിലുള്ള ചർച്ചകളൊക്കെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ചില പണ്ഡിതന്മാരൊക്കെ കഅബ എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര വലിയ സംഭവമല്ല, അതൊരു മണ്ണും കട്ടുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ ചെങ്ങായിമാരെ എന്നുള്ള നിലക്കൊക്കെ വളരെ മോശമായ തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കഅബ അങ്ങനെ കാണേണ്ട സ്ഥലമല്ല, അവിടെ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അവിടെ കഅബയെ ലക്ഷ്യമാക്കി പോകുന്നവർ മഹാവിഡ്ഢികളാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അവർ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെയും ഒക്കെ തിരസ്കരിക്കുകയാണ്. എനിക്ക് ഏതായാലും മക്കത്ത് പോകാൻ കഴിയില്ല, മദീനത്തൊന്നും പോകാൻ കഴിയില്ല, മക്കയും മദീനത്തൊന്നും പോകൽ ഒരു പ്രധാനമല്ല, വേണമെങ്കിൽ മക്കയും മദീനൊക്കെ മൂത്തേടത്തിന്റെ ഖബറിലേക്ക് വന്നോട്ടെ എന്നൊക്കെ പറയാൻ മാത്രമുള്ള അഹങ്കാരമൊക്കെ ചില മനുഷ്യർക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ പേരിൽ അതൊരിക്കലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദർശപരമായ വിഷയമാണത്, വിശ്വാസപരമായ വിഷയമാണത്, പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ നിലപാടുകൾക്ക് എതിരാണത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും പലപ്പോഴും ആളുകൾ അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും യൂട്യൂബിൽ നിന്നും പല വിഷയങ്ങൾ ഖുർആനിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു പഠനമാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് കഅബയെ കുറിച്ചുള്ള ഈ ഒരു പശ്ചാത്തലത്തെ നമ്മൾ പഠിക്കുകയും അതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുകയും ചെയ്യണമെന്ന നിലക്ക് ഈ വിഷയത്തിന്റെ പ്രാധാന്യം പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത്. ആ നിലക്ക് തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.